മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കില് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് വീക്കിലെ പോസിറ്റീവ് ന്യൂസ് നെഗറ്റീവ് ന്യൂസ് എങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, പിന്നെ പ്രധാനപ്പെട്ട ഏർണിംഗ്സ് റിപ്പോർട്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്, നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ, പിന്നെ ഏതൊക്കെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിംഗിന് ഫോക്കസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങൾ കൂടി എത്തിയ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വീക്കില് പോസിറ്റീവ് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഏർണിംഗ്സ് റിപ്പോർട്ട് തന്നെയാണ്. TCSന്റെ അത്ര നല്ല ഏർണിംഗ്സ് റിപ്പോർട്ട് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും എക്സ്പെക്ട് ചെയ്ത ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷനിൽ വന്നു ഏർണിംഗ്സ് റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം IT സെക്ടറിൽ TCS. പിന്നെ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്ന FIS ലാസ്റ്റ് വീക്ക് നെറ്റ് ആയിട്ട് ബൈങ്ങിൽ വന്നതാണ് അടുത്ത ഒരു പോസിറ്റീവ് ന്യൂസ്. നിഫ്റ്റി വെനസ്ഡേ ഒരു 500 പോയിന്റ്സ് ഡൗൺ പോയപ്പോഴും FIS ബൈങ്ങിലായിരുന്നു. അതായത് 5 സെക്ഷനിൽ നെറ്റ് ആയിട്ട് FIS ബൈങ്ങിൽ വന്നത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ തേർഡ് പോസിറ്റീവ് ന്യൂസ് ഡൊമസ്റ്റിക് ബൈങ്ങിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പോസിറ്റീവ് ന്യൂസ് ആണ് ഉള്ളത്. അപ്പൊ ഇനി നെഗറ്റീവ് ന്യൂസിലേക്ക് കിടക്കാം. നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ ബ്ലൂംബർഗില് ഒരു ഫ്ലാഷ് ന്യൂസ് വന്നിരുന്നു. അതായത് ട്രംപ് സീസ് ഫയർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും പീസ് ഡീലിനെ കുറിച്ച് ഒരു മെസ്സേജ് നൽകി. ഇറാൻ പക്ഷെ അത് റിജക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് ബ്ലൂംബർഗില്. കാരണം നേരത്തെ അവര് പീസ് ഡീൽ ചെയ്തിരുന്നു സ്വിറ്റ്സർലാൻഡുമായിട്ട്. അപ്പോ ഒരു അറ്റാക്ക് ഇറാനിൽ വന്നു, ഹോർമോൺ സോണിൽ വന്നു. അതുപോലെ US ഹോർമോൺ സോണിൽ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഫൈറ്റ് വീണ്ടും സ്റ്റാർട്ടായി. പിന്നെ സാറ്റർഡേ വീണ്ടും ഒരു ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയയില് ഒരു നെഗറ്റീവ് ന്യൂസ് പോലെ നൽകിയിരിക്കുകയാണ്. ഇറാനെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്, 1000 മിസൈൽസ് തയ്യാറായിട്ടുണ്ട്, അറ്റാക്കിന് പ്രതീക്ഷിക്കാവുന്ന രീതിയിലൊക്കെ ഒരു ന്യൂസ് സാറ്റർഡേ മോർണിംഗ് വന്നിട്ടുണ്ട്. പിന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പ്രീവിയസ് വീക്കിൽ 94, 95 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോൾ 95, 96 ഈ ഒരു റേഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പൊ റുപ്പി ഡിപ്രീഷിയേറ്റ് ആകുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ നോക്കിയാൽ സെൻസസ് 194 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയി, 0.25% ഡൗണിൽ 77,569 സെറ്റിൽ ആയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയും 63 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട് വീക്ക്ലി ബേസിസിൽ, 0.26%, 24,206 സെറ്റിൽ ആയിരിക്കുകയാണ്. ബ്രോഡർ ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഹൈയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സിൽ മിഡ് ക്യാപ്പ് 1.5% അറൗണ്ട് കയറി. അതുപോലെ സ്മോൾ ക്യാപ്പ് 1.5% ഹൈയിലാണ് കയറിയത്. സെക്ടർ വൈസ് നോക്കിയാൽ റിയാലിറ്റി സെക്ടർ 5.35% ഹൈയിൽ പോയിരിക്കുന്നു. കൺസ്യൂമർ ഡ്യൂറബിൾസ് 3.75%, IT ഇൻഡെക്സ് 2% ഹൈ പോയിരിക്കുന്നു. മെറ്റൽ ഇൻഡെക്സ് 1% ഹൈയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വീക്കില് അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുമ്പോൾ മീഡിയ സെക്ടർ ആണ്, നിയർലി 2% ഡൗൺ പോയിരിക്കുകയാണ്. അതുപോലെ ഹെൽത്ത് കെയർ 7% ഡൗൺ, FMCG 1.5% ഡൗണും പോയിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ മാത്രം FIS മേടിച്ചിരിക്കുന്നത് 4,669 crores ബൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ DIS 8,771 crores ബൈ ചെയ്തിരിക്കുന്നു. അപ്പൊ നെറ്റ് ആയിട്ട് ഒരു 13,000 crores ആണ് ലാസ്റ്റ് വീക്ക് ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ റുപ്പി 65 പൈസ ഡിപ്രീഷിയേറ്റ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്കിൽ 95.60 സെറ്റിൽ ആയിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് നോക്കുമ്പോൾ 94.46. സോ 65 പൈസ ഡിപ്രീഷിയേറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഇവന്റ് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച വലിയ ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ ഇവന്റിന്റെയും ഏർണിംഗ്സിന്റെയും ഒക്കെ തന്നെ ഡീറ്റെയിൽസ് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ട്യൂസ്ഡേ 12 മണിക്ക് ഉച്ചയ്ക്ക് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ വരും. നേരത്തെ
9.68%, ഫോർകാസ്റ്റ് ഇപ്പോൾ 10.5% ആണ്. പിന്നെ 6 മണിക്ക് USA ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരും. നേരത്തെ ഉള്ളത് 4.2%, ഇപ്പോൾ ഫോർകാസ്റ്റ് 3.9% ആണ്. പിന്നെ കോർ ഇൻഫ്ലേഷൻ 2.9% പ്രീവിയസ്, ഇപ്പോൾ ഫോർകാസ്റ്റ് 2.9. പിന്നെ 7:30 മണിക്ക് ഫെഡിന്റെ ഷെയർ വാഷ് ടെസ്റ്റ് മണി ഉണ്ട്. പിന്നെ വെനസ്ഡേ ബുധനാഴ്ച 6 മണിക്ക് ഈവനിങ് USA PPI ഡേറ്റ് വരുന്നുണ്ട്. 7:30 മണിക്ക് വീണ്ടും ഫെഡ് ഷെയർ വാഷിന്റെ ടെസ്റ്റ് മണിയാണ് ഉള്ളത്. അപ്പൊ ഇത്രയാണ് ഏർണിങ്സ് റിപ്പോർട്ട് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഈ ഒരു ഏർണിങ്സ് റിപ്പോർട്ട്, ഇവന്റുകൾ ഇത്രയാണ്. ഏർണിങ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഏർണിങ്സ് റിപ്പോർട്ട് വരുന്നുണ്ട്. അത് തന്നെ ഒരു മേജർ പോസിറ്റിവിറ്റിയാണ്. HCL ടെക്നോളജിയുടെ ഏർണിങ്സ് റിപ്പോർട്ട് 13-ാം തീയതി തിങ്കളാഴ്ച വരുന്നുണ്ട്. ചൊവ്വാഴ്ച LTTS ആൻഡ് ടാറ്റ LCയുടെ വരുന്നുണ്ട്. പിന്നെ ബുധനാഴ്ച ഏഞ്ചൽ വൺ ഗ്രോ, HDBS, അതുപോലെ HDFC AMC, HDFC ലൈഫ്, പിന്നെ വ്യാഴാഴ്ച BHEL, സിയാറ്റ് ലിമിറ്റഡ്, ITC ഹോട്ടൽ, ജിയോ ഫിനാൻസ്, പിരാമൽ ഫിനാൻസ്, ടെക് മഹീന്ദ്ര, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ. തേഴ്സ്ഡേ ഫ്രൈഡേ റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ ടെക്നോളജീസ്, ഫെഡറൽ ബാങ്ക്, JSW സ്റ്റീൽ, ഹാവൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. പിന്നെ സാറ്റർഡേ ആണ് വലിയ വെയിറ്റേജ് ഉള്ള ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊടാക് ബാങ്ക്, യെസ് ബാങ്ക്. അപ്പൊ ഇതെല്ലാം തന്നെ നല്ലൊരു വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റർഡേ ഈ ഏർണിങ്സ് വരുന്നുണ്ട്. ഈ വരുന്ന മൺഡേയില് നെക്സ്റ്റ് മൺഡേ നമുക്ക് മാർക്കറ്റ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും ബാങ്ക് തന്നെ വരുമ്പോഴത്തേക്ക് ഒരു 35% വെയിറ്റേജ് ആണ് ഈ 4 ബാങ്കിനും വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു, ഈ ബാങ്കുകളെല്ലാം നല്ല പോസിറ്റീവ് ഏർണിങ്സ് തരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ FISന്റെ ഫ്യൂച്ചർ ഇൻഡെക്സിലെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. FIS 90% ഷോർട്ടിലാണ്. പിന്നെ ബാക്കിയുള്ള ക്ലയന്റ് 79% ലോങ്ങിലും, DAs 87% ലോങ്ങിലും, പ്രൊപ്പറേറ്റർ 60% ലോങ്ങിലുമാണ് ഉള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. 23,800 തന്നെയാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് 24,400 to 24,500. ഈ ഒരു റേഞ്ച് ആണ്. ഇതിൽ തന്നെയാണ് മാർക്കറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. സപ്പോർട്ട് ലെവല്, റെസിസ്റ്റൻസ് ലെവല്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കില് പ്രധാനപ്പെട്ട സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതില് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതില് ഭാരത് ഇലക്ട്രോണിക്സ്, ഇതൊക്കെ സുമിത് ആദ്യം റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഭാരത് ഇലക്ട്രോണിക്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 415 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 420 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഓക്കെ, 450 വരെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. അത് ആക്സിസ് ബാങ്ക്. ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം റിസൾട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ആക്സിസ് ബാങ്ക് 1324 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 1270, ടാർഗറ്റ് 1418 വരെ പോകാൻ സാധ്യത ഉണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 1330 വരുമ്പോൾ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലുണ്ട്. നെക്സ്റ്റ് തേർഡ് വരുന്നത് അൾട്രാടെക് സിമെന്റ് ആണ്. അൾട്രാടെക് സിമെന്റ് കുറച്ച് പ്രൈസ് ഈ സ്റ്റോക്കാണ്. ഇത്രയും പ്രൈസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് 11,711 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് 11,200 വെക്കാനും ടാർഗറ്റ് 12,600 വരെ പോകുമെന്നൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ 11,715 ബ്രേക്ക് ചെയ്താലേ ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 165 റുപ്പീസ്. അപ്പൊ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കുകൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. 200 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് ഡീലിംഗ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്
അപ്പൊ ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ് 265 ആണ്. അപ്പൊ 200 ഇപ്പൊ തന്നെ മേടിക്കാം. 200 ഫസ്റ്റ് ടാർഗറ്റ്, 265 സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, 170 ഒക്കെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഉയർച്ച. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യന് 175 ആണ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 155. ബാങ്ക് ഓഫ് ബറോഡയുടെ ടാർഗറ്റുമായിട്ട് കൺഫ്യൂസ് ചെയ്തു പോയി, സോറി. ബാങ്ക് ഓഫ് ബറോഡ 255 ബ്രേക്ക് ചെയ്താലേ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 265 ആണ് ടാർഗറ്റ്, 243 ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. നേരത്തെ പറഞ്ഞ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 170 ബ്രേക്ക് ചെയ്യുമ്പോൾ മേടിക്കുക. 175 180 വരെ ഉണ്ട് കേട്ടോ ടാർഗറ്റ്, 155 സ്റ്റോപ്പ് ലോസ്. പിന്നെ വരുൺ ബിവറേജസ്, ഇതും നല്ല ഒരു സ്റ്റോക്കാണ്. ഇത് മൂന്നും, അതായത് ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, വരുൺ ബിവറേജസ്, ഇത് മൂന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആനന്ദ് രതിയാണ്. സോ വരുൺ ബിവറേജസ് 478 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 482 ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിനുള്ളൂ. 510 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റോപ്പ് ലോസ് 465 വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ബാക്കിയുള്ള റെക്കമെൻഡേഷൻ എല്ലാം തന്നെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ മലയാളി ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകളും ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സുകളും നമുക്ക് ലഭിക്കും. പ്ലേ ലിസ്റ്റിലെ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസും ഉണ്ട്. അതുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.